ഞാനൊരു പാസ്ത ഉണ്ടാക്കാൻ പോകുന്നൊരു വീഡിയോ കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ പാസ്ത ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് ടൈം. നേരത്തെ എന്താ പറയുക കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇതുവരെ ഞാൻ തന്നെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ തന്നെ ഫസ്റ്റ് ടൈം ഞാൻ യൂട്യൂബിനോട് റെസിപ്പിയൊക്കെ നോക്കി വെച്ചു. പിന്നെ നമ്മൾ കടയിൽ കഴിക്കുന്നൊരു രീതിയല്ല ഞാൻ ഉണ്ടാക്കിയിട്ട്, പക്ഷെ നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്, നല്ല സൂപ്പർ സാധനമാണ്. നമ്മൾ കടയിൽ കഴിക്കുമ്പോൾ ഇച്ചിരി കൂടെ സോസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടില്ലേ. അപ്പോൾ അന്ന് ഞാൻ പാസ്ത ഒരു 15 മിനിറ്റ്സ് അത് വേഗം വെക്കണം. ശരിക്കും പറഞ്ഞാൽ ഞാൻ അത്രയും വെച്ചിട്ടുണ്ട്. അത് 15 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കുറച്ച് സബോള, ഉള്ളി, പിന്നെ എന്താ പറയുക ഇച്ചിരി ഇഞ്ചി, ഗാർലിക്ക്, അങ്ങനെ കുറച്ച് സാധനങ്ങളെല്ലാം കൂടി ഇട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാൾ എൻ്റെ ദൈവമേ എന്നെ ആ പാത്രം അവിടെ വെച്ച് ഈ പാത്രം ഞാൻ എൻ്റെ അമ്മമ്മയെ ഒന്ന് അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തോട്ടെ എന്ന് വെച്ച് ചെയ്താൽ അതിൻ്റെ ഇടയ്ക്ക് ആ പാത്രം എന്തിനാണ് വെച്ച്, ഈ പാത്രം എന്തിനാണ് വെച്ച്, അതെന്തിനോട് വെച്ച്, അതെന്തിനാ, അങ്ങനെ എന്തൊക്കെയൊക്കെയോ ചോദിച്ചു. ഞാൻ പാത്രം എടുക്കുന്നതിന് എനിക്ക് ദേഷ്യം വന്നിട്ട് ചെയ്യായിരുന്നു. കണ്ടോ ഗൈസ് ഈ കാണിക്കുന്നത്, ഞാൻ എങ്ങനെ ചെയ്യാനാ? അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു ഈ ഒരു തവിയുടെ പേരിൽ, തവിയൊന്ന് താഴോട്ട് വെച്ചതിൻ്റെ പേരിലാണ് അമ്മമ്മ ഇത്രയും കിടന്ന് പറഞ്ഞത്. പിന്നെ അത്രയും കിടന്ന് പറഞ്ഞല്ലേ എന്ന് വെച്ച് ഞാൻ ആ തവിയൊന്നും കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ മുഖത്ത് കാണുന്ന എക്സ്പ്രഷൻ ഞാൻ ഈ കേട്ടോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ വീട്ടിലുണ്ട് ഇങ്ങനത്തെ ഒരു അമ്മൂമ്മ. അതിനുശേഷം ഞാൻ നമ്മുടെ ഇതെല്ലാം കൂടെ വഴറ്റുവാണ്. ആ ഇച്ചിരി ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ തക്കാളിയും സബോളയും ഗാർലിക്കും ജിഞ്ചറും എല്ലാം കൂടി ഇട്ട് വഴറ്റുന്നുണ്ട്. അപ്പോൾ ഒരാൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. എന്തിനാണ് ചിരിക്കുന്നതെന്ന് വെച്ചിട്ട് ഒന്നും മിണ്ടുന്നില്ല. പിന്നെ എൻ്റെ വീട്ടിൽ എവിടെ നോക്കിയാലും ഇപ്പം ഇങ്ങനത്തെ ഒരു ചെടികൾ കാണാം. എവിടെ നോക്കിയാലും ഇഷ്ടംപോലെ ചെടിയുണ്ട് ഇപ്പോൾ കേട്ടോ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ചെടിപ്രാന്തി ആയിട്ടുണ്ട് കുറച്ചായിട്ടല്ല. എനിക്ക് ചെടിയോട് ഭയങ്കര ഇഷ്ടമാണെങ്കിലും പക്ഷെ ഞാനങ്ങനെ മേടിച്ച് നടാറില്ലെന്നുള്ളൊരു കാര്യമേ ഉള്ളായിരുന്നു. പിന്നെ ഇപ്പൊക്കെ ഞാൻ ഇങ്ങനെ നടാനുള്ള ഇതുള്ളതുകൊണ്ട് പിന്നെ നടും. പിന്നെ ഒരു ഡാൻസൊക്കെ കളിച്ചും കാണുന്നു. ആദ്യം ഞാൻ ഇതിലൊക്കെ ആഡ് ചെയ്യുന്ന മസാല ഐറ്റംസ് എന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി നിങ്ങൾക്കൊരു അളവുണ്ടല്ലോ, ആ അളവിൽ അങ്ങോട്ട് ആഡ് ചെയ്ത് അങ്ങ് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇതിൽ മെയിൻ ഇതാണെന്നൊന്നും ഞാൻ പറയുന്നത്. വേണമെങ്കിൽ മാത്രം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്താൽ മതി. മസാലപ്പൊടിയും മുളക് പൊടിയും ചില്ലി സോസും ഒക്കെയാണ് ഇതിനകത്ത് മെയിൻ. പിന്നെ ചില്ലി സോസ് ഇല്ലെങ്കിൽ സോയാ സോസോ ടൊമാറ്റോ സോസോ ഒക്കെ ഒഴിക്കാവുന്നതാണ്. സോയയുടെ എനിക്കറിയില്ലെങ്കിൽ ഞാൻ ടൊമാറ്റോ സോസ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല സൂപ്പർ സാധനമാണ് ടൊമാറ്റോ സോസ്. അപ്പോൾ ഇന്നിവിടെ ടൊമാറ്റോ സോസ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചില്ലി സോസ് യൂസ് ചെയ്യുന്നേ ഉള്ളൂ. രണ്ടിനും രണ്ട് ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെ എനിക്കിതിനൊരു പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോസ് യൂസ് ചെയ്യാം, അത്രയും ഞാൻ പറയത്തുള്ളൂ. പിന്നെ ഞാൻ എല്ലാം കൂടി ഇട്ട് ഇളക്കിയപ്പോൾ എൻ്റെ ഫേസിൽ കാണുന്ന എക്സ്പ്രഷൻ കണ്ടോ. അതിനുശേഷം ഞാൻ കുറച്ച് മുളക് പൊടി, അതായത് ചില്ലി പൗഡർ, അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ചില്ലി പൗഡർ ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ആ ചില്ലി സോസ് യൂസ് ചെയ്യുമ്പോൾ ചില്ലി പൗഡർ, മുളക് പൊടി ആഡ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഞാൻ ഒരു ഇച്ചിരി കൂടി ഇരുന്നുണ്ട്. ഞാൻ പ്ലസ് മുളക് പൊടിയും ചില്ലി സോസും പിന്നെ പെപ്പറും ഒക്കെ ആഡ് ചെയ്ത്, പിന്നെ എന്താ പറയുക വേറെ ഇവിടെ മുളക് എരിവുള്ള സംഭവമൊന്നും ഇരിപ്പില്ലായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ചില്ലി ഫ്ലേക്സ് ഇതൊക്കെ ആഡ് ചെയ്ത് മൊത്തത്തിൽ ഒരു സ്പൈസി ആക്കി എടുത്തേനെ. പക്ഷേ അതിന് മാത്രമുള്ള ഇതൊന്നും ചെയ്യില്ല. പിന്നെ ഞാൻ എല്ലാം കൂടെ ആഡ് ചെയ്ത്, പിന്നെ ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. വീട്ടിലാരും ഇല്ല എടുത്തു തരാൻ. കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും കടയിൽ അവിടെ ഇവിടെയൊക്കെ പോയി ജോലിക്കൊക്കെ പോയി പോവാം. അപ്പം അതുകൊണ്ട് ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നുണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ എടുക്കുന്നത്. ഭയങ്കര ചൂട്, എൻ്റെ പൊന്നും ആക്രാന്തം മൂത്ത് തിന്നാൻ പോയതാണെന്ന് നിങ്ങൾ വിചാരിക്കില്ലേ കേട്ടോ. ഞാൻ സ്പൂണൊന്നും എടുക്കാൻ പോയത് കേട്ടോ. അപ്പം എന്തായാലും സ്പൂണൊക്കെ എടുത്തിട്ടുണ്ട്. സ്പൂൺ ഇങ്ങനെ നമ്മുടെ പാനൽ വെക്കുമ്പോൾ സ്പൂൺ എടുക്കാൻ പോയതാണ്. എന്തായാലും കയ്യൊക്കെ പൊള്ളി. പിന്നെ ഫസ്റ്റ് ടൈമായിട്ട് ഞാൻ ഇങ്ങനൊരു കുക്കിങ് ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ പരീക്ഷണങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനലിന് ഫസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇനി ഇങ്ങനല്ല വെക്കുന്നത്, നിങ്ങൾക്ക് വേറെ ഐഡിയാസൊക്കെ അറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, അതിനുശേഷം എൻ്റെ പാസ്ത ഞാൻ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ചില്ലി സോസാണ് ഇവിടെ നോക്കുന്നത്. കുറേ മല്ലി ആദ്യം മല്ലിയൊക്കെ ഇരിക്കുന്നത്. അപ്പം ഞാനതൊക്കെ കണ്ടിട്ടിങ്ങനെ പോകും. പിന്നെ ചില്ലി സോസ് ആഡ് ചെയ്തു. ഫൈനലൊക്കെ ഇങ്ങനെയാണ്. അപ്പം ടാറ്റ ബൈ ബൈ, ഓക്കെ, സീ യു.